രാജകുമാരിയുടെ ഡിസൈനറായ എസ്തല്ല പടം വരച്ചത് കാണിക്കുന്ന സമയത്ത് രാജകുമാരിയുടെ മാല ശ്രദ്ധിക്കപ്പെടുന്നു. ഈ മാല പണ്ട് എസ്തല്ലയുടെ അമ്മ അവൾക്ക് ബർത്ത്ഡേ ഗിഫ്റ്റായി കൊടുത്തതായിരുന്നു. പിന്നെ അവളുടെ കയ്യിൽ നിന്ന് എങ്ങനെയോ അത് മിസ്സായി. വർഷങ്ങൾക്ക് ശേഷം രാജകുമാരിയുടെ കഴുത്തിൽ അത് കണ്ട സമയത്ത് എസ്തല്ലയ്ക്ക് അവളുടെ അമ്മയെ ഓർമ്മ വന്നു. രാജകുമാരിയുടെ ഉച്ചയുറക്കത്തിന് ശേഷം ആ മാല ഊരി ഭടന്മാർക്ക് കൊടുക്കും. അത് അവര് നേരെ കൊണ്ടുപോയി ഒരു ലോക്കറിൽ വയ്ക്കും. അവിടെയാണ് അത് സൂക്ഷിക്കുന്നത്. ഇതൊക്കെ എസ്തല്ല സീക്രട്ടായി വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. ആ താക്കോല് കൈവശം വച്ചേക്കുന്നത് ആരാന്നും മനസ്സിലായി. എന്നിട്ട് വൃത്തിക്ക് അത് അടിച്ചു മാറ്റാനുള്ള ഒരു പ്ലാൻ ഉണ്ടാക്കി. ആദ്യം തന്നെ ആ ബംഗ്ലാവിൽ എവിടേക്കാണ് ക്യാമറ വച്ചേക്കുന്നതെന്നും പിന്നെ ഭടന്മാർ എത്ര പേർ കാവലുണ്ടെന്നും ആരാണ് ആ ക്യാമറ കൺട്രോൾ ചെയ്യുന്നതെന്നുമൊക്കെ എസ്തല്ല കണ്ടുപിടിച്ചു. എന്നിട്ട് അന്ന് രാത്രി തന്നെ തന്റെ കൂട്ടാളികളെ അങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടു. ഒരാളെ ക്യാമറ നശിപ്പിക്കാനും പിന്നെ മറ്റേ ബംഗ്ലാവിന്റെ അകത്തേക്ക് കയറ്റാനുമായിരുന്നു പ്ലാൻ. രണ്ടുപേരും അവരവരുടെ ജോലികൾ കൃത്യമായി എക്സിക്യൂട്ട് ചെയ്തു. ഇനി അവളുടെ വരവാണ്. അന്നേ ദിവസം രാജകുമാരിയുടെ ബർത്ത്ഡേ ആയതുകൊണ്ട് ഒരുപാട് ഗസ്റ്റുകൾ ഉണ്ടായിരുന്നു. അവരേക്ക് ഡിസ്ട്രാക്ട് ചെയ്യുന്ന ജോലിയായിരുന്നു അവക്കുണ്ടായിരുന്നത്. ഇനി ഈ അവൾ ആരാന്ന് ചോദിച്ചാൽ വേറെ രൂപത്തിലും ഭാവത്തിലും വന്ന എസ്തല തന്നെയായിരുന്നു. പക്ഷെ അവർക്കാർക്കും അത് മനസ്സിലായില്ല. രാജകുമാരിയെ അത്ഭുതപ്പെടുത്താൻ വേണ്ടി അവൾ ഒരു ട്രിക്ക് കാണിച്ചു. തീപ്പെട്ടിക്കൊള്ളി ഉരച്ച് ഗൗണിലേക്ക് ഇട്ടു. അങ്ങനെ അത് കത്തി അകത്തുണ്ടായിരുന്ന ചുവന്ന ഗൗൺ പുറത്തേക്ക് വന്നു. ഇത് കണ്ട് രാജകുമാരി ഉൾപ്പെടെ എല്ലാവരും വണ്ടടിച്ച് നിൽക്കുകയാണ്. എന്നിട്ട് അവളെ പിടിച്ചു കെട്ടാൻ വേണ്ടി ഭടന്മാരോട് ആവശ്യപ്പെടുന്നു രാജകുമാരി. അവനാ ഗ്യാപ്പിൽ അകത്തേക്ക് കയറി. ഇവിടെ നമ്മുടെ എസ്തല്ല എന്തൊക്കെ കാണിച്ച് ആ ഭടന്റെ കയ്യിൽ നിന്ന് താക്കോൽ തട്ടിയെടുക്കുന്നു. എന്നിട്ട് അത് നേരെ മുകളിലെത്തിയ തന്റെ കൂട്ടാളിക്ക് എറിഞ്ഞു കൊടുക്കുന്നു. അവൻ ആ താക്കോലും ക്യാച്ച് ചെയ്തെടുത്ത് നേരെ സെക്യൂരിറ്റിയും ബ്രേക്ക് ചെയ്ത് ആ മാല വെച്ചിരിക്കുന്ന റൂമിലേക്ക് കയറി. പക്ഷെ ഇവിടെ അക്കിടി പറ്റി എന്താന്ന് വെച്ചാൽ മാല ആ ലോക്കറിൽ ഇല്ലായിരുന്നു. അത് രാജകുമാരി കഴുത്തിലിട്ടിരിക്കുകയായിരുന്നു.